ജനാലക്കരികിലെ വികൃതി കുട്ടിയായ ടോട്ടോച്ചാൻ്റെ അടുത്ത നീന്തൽക്കുളം എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. പരിഭാഷ ചെയ്തിട്ടുള്ളത് അൻവർ അലിയാണ്. ടോട്ടോച്ചാൻ സ്മരണയിൽ പ്രത്യേകം കുറിച്ചിട്ടൊരു ദിനമായിരുന്നു അത്. കുളത്തിലിറങ്ങി നീന്തുക, അതും നൂൽബന്ധമില്ലാതെ. ആ ആദ്യ അനുഭവം അവൾക്ക് എങ്ങനെ മറക്കാനാകും? അന്നേ ദിവസം രാവിലെ മാസ്റ്റർ കുട്ടികളോട് പറഞ്ഞു, ഇന്ന് എന്തൊരു ചൂടാ, നീന്തൽക്കുളത്തിൽ വെള്ളം നിറച്ചാലോ? ഹായ്, നിറയ്ക്കാം. ടുമായോയിലെ 50 വിദ്യാർത്ഥികളും ഒന്നിച്ച് വിളിച്ചു പറഞ്ഞു. ഹോയ് ഹോയ്! 1ാം ക്ലാസ്സുകാരനായ ടോട്ടോയ്ക്കും കൂട്ടുകാർക്കും മുതിർന്നവരെക്കാൾ ഉത്സാഹവും ധൃതിയുമായിരുന്നു. സാധാരണ നീന്തൽക്കുളങ്ങൾ ദീർഘചതുരാകൃതിയിലാണ്. പക്ഷേ ടുമോയിലേത് ഒരറ്റം താരതമ്യേന ഇടുങ്ങിയതും ചന്തമുള്ള ഒരു വള്ളത്തിനോടായിരുന്നു അതിന് സാമ്യം. ഇവിടുത്തെ ഭൂമിയുടെ കിടപ്പായിരിക്കാം അതിന് കാരണം. പക്ഷേ തീവണ്ടി മുറികൾക്കും അസംബ്ലി മന്ദിരത്തിനും മധ്യത്തിലായുള്ള ആ നീന്തൽക്കുളം സാധാരണയിലേറെ വിശാലവും തെളിവുറ്റതുമായിരുന്നു. ക്ലാസ് തകർത്ത് നടക്കുകയാണ്. പക്ഷേ ടോട്ടോച്ചാൻ്റെയും കൂട്ടുകാരുടെയും കണ്ണോട്ടങ്ങൾ ഇടയ്ക്കിടെ ജനൽ കടന്ന് തെളിമയുള്ള ജലപ്പരപ്പിൽ പതിച്ചുകൊണ്ടിരുന്നു. ജലരഹിതമായ അവസ്ഥയിൽ കരിയിലകൾ മൂടി കളിസ്ഥലം പോലെ കിടക്കുന്ന കുളമാണ് അവർ കണ്ടിട്ടുള്ളത്. അതിപ്പോൾ കഴുകി വെടുപ്പാക്കിയിരിക്കുന്നു. ജലം കുറേശ്ശെ നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നീന്തുവാൻ പാകത്തിനുള്ള ശരിയായ ഒരു കുളം. ഒടുവിൽ ഉച്ചഭക്ഷണത്തിൻ്റെ ഇടവേള എത്തി. ആദ്യം ലേശം വ്യായാമം, പിന്നെ നീന്തലും മുങ്ങിക്കുളിയും. കുളക്കരയിൽ കൂട്ടം കൂടി നിന്ന കുട്ടികളെ നോക്കി മാസ്റ്റർ പറഞ്ഞു, അയ്യോ, എനിക്കൊരു നീന്തൽ വേഷമില്ലല്ലോ, എന്താ ചെയ്യുക? ടോട്ടോച്ചാൻ തന്നോട് തന്നെ പറഞ്ഞു. മുമ്പൊരിക്കൽ അവൾ അച്ഛനോടും അമ്മയോടുമൊപ്പം കമാക്കുറയിൽ പോയി നീന്താനുള്ള വേഷവിധാനങ്ങളെല്ലാം കരുതിയിരുന്നു. മാസ്റ്റർ നീന്തൽ വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നോ? അവൾ ഓർത്തു നോക്കി. നീന്തൽ വേഷത്തിൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട കേട്ടോ, അവളുടെ മനസ്സിൽ വായിച്ചിട്ടുണ്ടെന്ന പോലെ മാസ്റ്റർ പറഞ്ഞു. അസംബ്ലി ഹാളിലേക്കൊന്ന് ചെന്ന് നോക്കിയാട്ടെ. ടോട്ടോച്ചാനും 1ാം തരത്തിലെ മറ്റു കുട്ടികളും അസംബ്ലി ഹാളിലേക്ക് നടന്നു. അവിടെ മുതിർന്ന കൂട്ടുകാരൊക്കെ ഹരം പിടിപ്പിക്കുന്ന ഒരു കുളിക്കുള്ള തയ്യാറെടുപ്പിലാണ്. ആഹ്ലാദ തിമിർപ്പോടെ അവർ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ടിരുന്നു. നിശേഷം നഗ്നരായ കുട്ടികൾ ഒന്നിനു പുറകെ ഒന്നായി സ്കൂൾ മൈതാനത്തിലേക്ക് ഓടി. ധൃതിയിൽ വസ്ത്രങ്ങൾ അഴിച്ച് ഉടുതുണിയില്ലാതെ നടക്കുക രസകരം തന്നെയായിരുന്നു. ഹാളിന് പുറത്തെ പടവുകൾ ഇറങ്ങുമ്പോൾ തന്നെ കൊച്ചു ടോട്ടോയും സംഘവും അത് കണ്ടു. മറ്റുള്ളവർ വ്യായാമം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പൂർണ്ണ നഗ്നരായി അവർ കുളക്കരയിലേക്ക് ഓടി. മിയോച്ചാൻ്റെ മൂത്ത സഹോദരനാണ് പരിശീലനകൻ, അതായത് മാസ്റ്ററുടെ മകൻ. സമർത്ഥനായ ഒരു ജിംനാസ്റ്റ് കൂടിയായ അയാൾ ടൊമോയിലെ അധ്യാപകനായിരുന്നില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി നീന്തൽ ടീമിൽ അംഗമാണ്. ടൊമോ എന്നായിരുന്നു അയാളുടെ പേര്, സ്കൂളിൻ്റെ അതേ പേര്. ടൊമോസാൻ നീന്തൽ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. വ്യായാമം കഴിഞ്ഞ് ചൂട് പിടിച്ച ശരീരത്തിലേക്ക് തണുത്ത വെള്ളം തെറിപ്പിച്ചുകൊണ്ട് ഇക്കിളി കൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓരോരുത്തരായി കുളത്തിലേക്ക് ചാടി. ഇറങ്ങിയവർക്ക് വെള്ളത്തിൽ നിൽക്കാനാവുന്നുണ്ടോ എന്ന് പ്രത്യേകം നിരീക്ഷിച്ചു ബോധ്യം വന്ന ശേഷമേ ടോട്ടോച്ചാൻ കുളത്തിലേക്ക് കാലെടുത്ത് വെച്ചുള്ളൂ. കുളി മുറിച്ച് വരുകയ്ക്കുള്ളിലെ ഇളം ചൂടില്ല. കയ്യെത്തുന്നിടത്തെല്ലാം ജലം മാത്രം. ഹൃദ്യം വിശാലമായ നീന്തൽക്കുളം, തെളിഞ്ഞ ജലപ്പരപ്പ്, പൊട്ടിച്ചിരിച്ച് കലപില കൂട്ടി വെള്ളം തെറ്റിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും മെലിഞ്ഞവരും ചേർത്തവരും ഉടുതുണിയില്ലാത്ത കുട്ടികളുടെ ഒരു പറ്റം. ഹായ്, നീന്തൽ എന്ത് രസമാ! അടക്കാനാവാത്ത ആഹ്ലാദത്തോടെ ടോട്ടോച്ചാൻ വിചാരിച്ചു. ഒരു കാര്യത്തിൽ മാത്രമേ അവൾക്ക് വിഷമമുണ്ടായിരുന്നുള്ളൂ. റോക്കിക്ക് സ്കൂളിൽ വരാനാവില്ല. നീന്തൽ വേഷം ധരിക്കാതെ കുളത്തിലിറങ്ങാനാവുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ റോക്കിയും ഒപ്പം നീന്തൻ വന്നേനെ. അക്കാര്യം അവൾക്ക് ഉറപ്പായിരുന്നു. നഗ്നരായ നീന്തൻ കുട്ടികളെ മാസ്റ്റർ അനുവദിച്ചതെന്തിന്? അവർ ചിലർ അത്ഭുതപ്പെട്ടേക്കാം. ടൊമോയിലെ നീന്തലിന് നിയമങ്ങളുണ്ടായിരുന്നു. പ്രത്യേക വസ്ത്രങ്ങൾ കൊണ്ടുവരാം, അത് ധരിച്ചുകൊണ്ട് നീന്താം, പ്രശ്നങ്ങളൊന്നുമില്ല. അതല്ല, ഇന്നത്തെ പോലെ പൊടുന്നിനെ തീരുമാനിക്കുന്നവരിക്കട്ടെ വസ്ത്രങ്ങൾ കരുതിയിട്ടില്ല, സാരമില്ല, വേഷം ധരിക്കാതെ കുളത്തിലിറങ്ങാം, പ്രശ്നമേ ഇല്ല. എന്നാലും മാസ്റ്റർ എന്തിനാണ് അവരെ പൂർണ്ണ നഗ്നരായി നീന്താൻ അയച്ചത്? മാസ്റ്റർക്ക് വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. തങ്ങളുടെ ശരീരഘടനയിലെ വ്യത്യാസങ്ങളെക്കുറിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും അനാരോഗ്യകരമായ കൗതുകം വെച്ചു പുലർത്താൻ പാടില്ലെന്ന് അദ്ദേഹം കരുതി. ശരീരം മറച്ചു പിടിക്കാനുള്ള മനുഷ്യന്റെ വ്യഗ്രത പ്രകൃതി വിരുദ്ധമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. മനുഷ്യ ശരീരം എത്ര മനോഹരമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കണം. അത് മാസ്റ്റർക്ക് നിർബന്ധമായിരുന്നു. ടൊമോ സ്കൂളിൽ യാസ്വാക്കി ചാനെ പോലെ പോളിയോ ബാധിച്ച കുട്ടികളുണ്ടായിരുന്നു. മറ്റു തരത്തിൽ അംഗവൈകല്യം വന്നവർ, കൃഷഗാത്ര എല്ലാവരും ഉണ്ടായിരുന്നു. അവർ ഉടുവസ്ത്രങ്ങളുടെ മറയില്ലാതെ അവയവങ്ങളുമായി മറ്റുള്ളവരോടൊപ്പം കളിക്കട്ടെ. അതവരെ ലജ്ജാശീലത്തിൽ നിന്ന് മാറ്റുകയും അവരിൽ അപകർഷതാബോധം ഉണ്ടാകാതെ സൂക്ഷിക്കും. ഇത്തരത്തിലായിരുന്നു മാസ്റ്റർ ചിന്തിച്ചത്. വൈകല്യങ്ങൾ കാരണം ലജ്ജാലുക്കളും
വിമുഖരും തീർന്ന കുട്ടികൾ കുറേശ്ശെ സ്വയം തിരിച്ചറിഞ്ഞ് ആനന്ദിക്കാൻ തുടങ്ങുമെന്നും താമസിയാതെ തന്നെ തങ്ങളുടെ അപകർഷതാ ബോധത്തെ അവർ പൂർണ്ണമായും കീഴടക്കുമെന്നും അദ്ദേഹം അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കി. മാസ്റ്ററുടെ ഈ നിലപാട് ചില രക്ഷകർത്താക്കൾക്ക് വിഷമമുണ്ടാക്കാതിരുന്നില്ല. അവർ നീന്തൽ വസ്ത്രങ്ങൾ കൊടുത്തയക്കാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചു. സ്ഥിരമായി അവ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അവരുടെ ധാരണ. പക്ഷേ എത്രയോ അപൂർവമായി മാത്രമാണ് കുട്ടികൾ അവ ധരിച്ചിരുന്നത്. ടോട്ടോച്ചാനെ പോലെ ഉടുതുണിയില്ലാതെ നീന്തുന്നതാണ് ഉത്തമമെന്ന് ആരംഭത്തിൽ തന്നെ തീരുമാനിച്ചവരുമുണ്ട്. വേഷം കൊണ്ടുതരാൻ മറന്നുല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സൂത്രത്തിൽ തുണി ഉടുക്കാതെ തന്നെ കുളത്തിലേക്ക് ചാടും. ക്രമേണ മിക്ക കുട്ടികളും അത് ബോധ്യപ്പെട്ടു. നഗ്നരായി ചാടുന്നത് തന്നെയാണ് രസം. നീന്തൽ വേഷം ധരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ മാത്രം അവർ ശ്രദ്ധിച്ചു. അങ്ങനെ നീന്തൽ വേഷം ധരിച്ചുണ്ടായ വെളുത്ത അടയാളം ടോമോ വിദ്യാർത്ഥികൾക്കിടയിൽ തീരെ അപൂർവമായി തന്നെ തീർന്നു. ക്രമേണ അവരെല്ലാം വെറിപ്പഴങ്ങൾ പോലെ തവിട്ട് നിറമുള്ളവരായി. അടുത്തതായി പ്രോഗ്രസ് കാർഡ്. ഇടം വലം നോക്കാതെ ടോട്ടോച്ചാൻ ഓടുകയായിരുന്നു വീട്ടിലേക്ക്. സ്കൂൾ ബാഗ് പിന്നിൽ ഉലഞ്ഞുകൊണ്ടിരുന്നു. ദാരുണമായെന്തോ സംഭവിച്ചു എന്ന പോലെ കാഴ്ചക്കാർക്ക് തോന്നും. അത്രയ്ക്ക് ഭ്രാന്തമായ വേഗതയിലായിരുന്നു ഓട്ടം. സ്കൂളിൻ്റെ ഗേറ്റ് കടന്നതു മുതൽ ആരംഭിച്ചതാണ് ഈ പാച്ചിൽ. പിന്നെ തീവണ്ടിയിൽ നിന്നിറങ്ങിയത് തൊട്ടും ഞാൻ എങ്ങെത്തിയേ. പടി കിടക്കേണ്ട താമസം. മുൻവശത്തെ വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു. ശേഷം ഇഷ്ടക്കാരൻ റോക്കിയെ തിരയാൻ ആരംഭിച്ചു. അവൻ ഉമ്മറത്ത് തറയിലെ തണുപ്പ് പറ്റി കിടക്കുകയായിരുന്നു. അക്ഷരം ഉരിയാടാതെ കൊച്ചു ടോട്ടോ അവൻ്റെ മുന്നിൽ കുത്തിയിരുന്നു. ബാഗ് കഴുത്തിൽ നിന്നൂരി സ്കൂളിലെ പ്രോഗ്രസ് കാർഡ് പുറത്തെടുത്തു. അത് അവൾക്ക് ആദ്യമായി കിട്ടിയ പ്രോഗ്രസ് കാർഡായിരുന്നു. റോക്കിക്ക് കാണാൻ പാകത്തിന് അത് നിവർത്തി വെച്ചു. നോക്ക്, തെല്ല അഭിമാനത്തോടെ കൊച്ചു ടോട്ടോ പറഞ്ഞു. കാർഡിൽ A, B തുടങ്ങിയ വിവിധ ഗ്രേഡുകൾ രേഖപ്പെടുത്തിയിരുന്നു. A ആണോ B ആണോ കൂടുതൽ കേമമെന്ന് അവൾക്ക് നിശ്ചയമില്ല. റോക്കിക്കാകട്ടെ സംഗതി ആകെ ദുരൂഹവും. പക്ഷേ മറ്റാരേക്കാളും മുന്നേ കാർഡ് കാണേണ്ടത് റോക്കിക്കായിരിക്കണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. അവൻ്റെ വിസ്മയത്തിന് അതിരുണ്ടാവില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. മുന്നിൽ കണ്ട കടലാസ് മൂക്ക് വിടർത്തി പരിശോധിച്ച ശേഷം റോക്കി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നിനക്കിഷ്ടായെന്ന് തോന്നല്ലോ. ഓ, ടോട്ടോച്ചാൻ പറഞ്ഞു. പക്ഷെങ്കിലേ നിനക്ക് വായിക്കാനാവില്ല എന്നാ തോന്നണേ. നിറയെ കടുത്ത വാക്കുകളാ. സൂക്ഷ്മ പരിശോധനയ്ക്കെന്ന പോലെ മുഖം ഒന്ന് വെട്ടിച്ച് അവൻ കാർഡിലേക്ക് ഒരു വട്ടം കൂടി കണ്ണു പായിച്ചു. ശേഷം ടോട്ടോച്ചാൻ്റെ കയ്യിൽ സ്നേഹത്തോടെ നക്കി. ഉവ്, ഞാനിനി ഇത് അമ്മയ്ക്ക് കാട്ടിക്കൊടുക്കട്ടെ. ആത്മസംതൃപ്തിയോടെ അവൾ എഴുന്നേറ്റു. അവൾ നടന്നു മറിഞ്ഞതും റോക്കി കോട്ടുമായിട്ടുകൊണ്ട് നിവർന്ന് തണുപ്പേറിയ മറ്റൊരിടം കണ്ടുപിടിച്ച് ആലസ്യത്തോടെ വീണ്ടും കിടപ്പിലായി. പ്രോഗ്രസ് കാർഡിനെ കുറിച്ച് ചിന്ത പൂണ്ട പോലെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. മിഴികളിലേക്ക് നോക്കിയാൽ ടോട്ടോച്ചാൻ്റെ സങ്കല്പത്തിലെന്നല്ല യഥാർത്ഥത്തിലും അവൻ അത് ഓർക്കുകയാണെന്നേ തോന്നൂ. വേനലവധി തുടങ്ങുകയായി. വേനലവധി ആരംഭിക്കുന്നതിൻ്റെ തലേന്ന് മാസ്റ്ററുടെ അറിയിപ്പുണ്ടായി. നാളെ നാം ക്യാമ്പിങ്ങിന് പോവുകയാണ്. കമ്പിളി പൈജാമയുമൊക്കെയായി വൈകുന്നേരം എല്ലാവരും സ്കൂളിലെത്തുക. മാസ്റ്റർ കൊടുത്തയച്ച കുറിപ്പുമായി ടോട്ടോച്ചാൻ വീട്ടിലേക്ക് ഓടി. ക്യാമ്പിംഗ് എന്ന് വെച്ചാൽ എന്താ? കുറിപ്പ് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് അവൾ സംശയം പ്രകടിപ്പിച്ചു. അമ്മയ്ക്കും കൗതുകമായിരുന്നു. പുറത്തെവിടെയെങ്കിലും കൂടാരമടിച്ച് അതിനുള്ളിൽ ഉറങ്ങുക. ആവോ, അങ്ങനെ ആയിരിക്കും, അവർ പറഞ്ഞു. കൂടാരത്തിൽ കിടന്നുറങ്ങിയാലേ ഒരുപാട് നക്ഷത്രങ്ങൾ കാണാം. അമ്പിളി അമ്മാവനെ കാണാം. അല്ല, നിങ്ങൾ എവിടെയാ കൂടാരം അടിക്കണമെന്ന് ഇതിൽ എഴുതിയിട്ടില്ലല്ലോ. ഓ, ചിലപ്പോൾ സ്കൂളിനടുത്ത് തന്നെയായിരിക്കും. അന്ന് രാത്രി യാമങ്ങളോളം അവൾക്കുറങ്ങാനായില്ല. ക്യാമ്പിങ്ങിനെ കുറിച്ച് വിചാരങ്ങൾ കൊണ്ട് കൊച്ചു തലയ്ക്കുള്ളിൽ വല്ലാതെ മുഴങ്ങിക്കൊണ്ടിരുന്നു. അത്യുജ്വലമായ ആ സായാഹ്നം എങ്ങനെയായിരിക്കും? അവളുടെ ഹൃദയം പടപടാമിടിച്ചു. ടോട്ടോച്ചാൻ വെളുപ്പിന് ഉണർന്നു. തനിക്ക് കൊണ്ടുപോകാൻ വേണ്ട സാമഗ്രികളെല്ലാം കിറ്റിനുള്ളിലാക്കി. ഏറ്റവും ഒടുവിൽ പൈജാമയും ബ്ലാങ്കറ്റും തിരികെ കയറ്റി കിറ്റ് തയ്യാറാക്കി. എങ്കിലും ആ സായാഹ്നത്തിൽ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ടോട്ടോച്ചാന് ഭയം തോന്നി. താൻ തീരെ ചെറിയ കുട്ടിയാണല്ലോ എന്ന് അവൾ ഓർത്തുപോയി. സ്കൂളിൽ കുട്ടികളെല്ലാം ഒത്തുചേർന്ന് മാസ്റ്റർ പറഞ്ഞു, നമുക്ക് അസംബ്ലി ഹാളിലേക്ക് പോകാം. എല്ലാവരും ഹാളിലെത്തി. മാസ്റ്റർ മുന്നിലെ ഇടുങ്ങിയ സ്റ്റേജിലേക്ക് പ്രവേശിച്ചു. പശിമയുള്ള ഉറപ്പ് തോന്നിപ്പിക്കുന്ന എന്തോ ഒന്ന് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊരു കൂടാരമായിരുന്നു. പച്ച നിറത്തിലുള്ള ഒന്ന്. കൂടാരം ഉയർത്തുന്നത് എങ്ങനെയാണെന്നറിയോ? കൂടാര തുണിയുടെ കെട്ടുകൾ അഴിച്ച് വിടർത്തിയിട്ടുകൊണ്ട് മാസ്റ്റർ ചോദിച്ചു. ഇത് ഉറപ്പിക്കാൻ പോവാ, ശ്രദ്ധിച്ച് നോക്കിക്കോളണം കേട്ടോ. കിതച്ച് ഇടയ്ക്കിടെ ദീർഘനിശ്വാസം വിട്ട് മാസ്റ്റർ ഒറ്റയ്ക്ക് കൂടാരം ഉയർത്താൻ ആരംഭിച്ചു. കയറുകൾ പല വഴിക്ക് വലിച്ചു കെട്ടി തൂണുകൾ ഉയർത്തി കെട്ടി. കുട്ടികളുടെ ആശ്ചര്യം മുരൾച്ചകളായി മാറുന്നതിന് മുമ്പ് തന്നെ അതാ ഒരു മനോഹര കൂടാരം ഉയർന്നു കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും കൂടി ഈ ഹാളിൽ നിറയെ കൂടാരങ്ങൾ അടിക്കാൻ പോവാ. എന്താ, തുടങ്ങാലോ? മാസ്റ്റർ പറഞ്ഞു.
തുറസുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും കൂടാരം അടിക്കുകയാണത്രേ മറ്റെല്ലാവരെയും പോലെ അമ്മ ധരിച്ചിരുന്നത്. പക്ഷേ മാസ്റ്റർ മറ്റു ചില കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തു. പുറത്ത് കടുത്ത തണുപ്പുണ്ടെങ്കിലോ മഴ പെയ്താലോ ഹാളിനുള്ളിൽ കുട്ടികൾ സുരക്ഷിതരായിരിക്കും. മാസ്റ്റർ അങ്ങനെ തീരുമാനിച്ചു. ക്യാമ്പിംഗ് ക്യാമ്പിംഗ് കുട്ടികൾ ആർത്ത് വിളിച്ചു. ഹർഷോന്മാദങ്ങൾക്കിടയിൽ അവർ ചെറു സംഘങ്ങളായി വിഭജിക്കപ്പെട്ടു. അധ്യാപകരുടെ സഹായത്തോടെ ആവശ്യമുള്ള അത്രയും എണ്ണം കൂടാരങ്ങൾ ഹാളിലാകെ ഉയർത്തി. ഓരോന്നും 3 പേർക്ക് വീതം കിടക്കാൻ പാകത്തിലുള്ളവ. ടോട്ടോച്ചാൻ തിടുക്കത്തിൽ പൈജാമ ധരിച്ചു. കുട്ടികൾ ആഹ്ലാദത്തോടെ കൂടാരങ്ങൾ തോറും ഇഴഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക്, അവിടെ നിന്നും മറ്റൊന്നിലേക്ക്, എണ്ണമറ്റ പരസ്പര സ്പന്ദനങ്ങൾ. എല്ലാവരും പൈജാമയ്ക്കുള്ളിലായി കഴിഞ്ഞു. എല്ലാവരും കാണാനാവും വിധം കൂടാരങ്ങൾക്കു നടുവിൽ ഒരിടത്ത് മാസ്റ്റർ ഇരുന്നു. വിദേശങ്ങളിലേക്കുള്ള തൻ്റെ യാത്രകളെക്കുറിച്ച് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരുന്നു. തങ്ങൾ കണ്ടിട്ടില്ലാത്ത പുറംനാടുകളിലെ കഥകൾ അവർ കൗതുകത്തോടെ കേട്ടു. ചിലർ കൂടാരത്തിൽ നിന്ന് തല മാത്രം പുറത്തേക്കിട്ട് കിടന്നു. ചിലർ വിടർന്ന കണ്ണുകളോടെ നിവർന്നിരുന്നു. തീരെ ചെറിയ ചില കുട്ടികൾ മുതിർന്നവരുടെ മടിയിൽ തലവെച്ച് കിടപ്പായി. മാസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നു മനം മയക്കുന്ന ഒരുപാട് കഥകൾ. കഥകളിൽ കടന്നു വന്ന കടലിനക്കരെയുള്ള അജ്ഞാത ദേശങ്ങളിലെ കുട്ടികൾ തങ്ങളുടെ ചങ്ങാതികൾ എന്ന പോലെ ചിലപ്പോഴൊക്കെ അവർക്ക് തോന്നി. അസംബ്ലി ഹാളിൽ തീർത്ത കൂടാരങ്ങൾക്കുള്ളിൽ സഹശയനം. എത്ര ലളിതമായ സംരംഭം! പക്ഷേ ടൊമോയയിലെ കുട്ടികൾക്ക് അതൊരു അപൂർവ അനുഭവമായിരുന്നു. വിസ്മയവും ആഹ്ലാദവും നിറഞ്ഞ വിലമതിക്കാനാവാത്ത ഒന്ന്, ഓർമ്മകളിൽ പച്ച പിടിച്ചു നിൽക്കുന്ന ഒന്ന്, കുട്ടികൾക്ക് സന്തോഷം പകരേണ്ട എങ്ങനെയാണെന്ന് കൊയാബാഷി മാസ്റ്റർക്ക് നന്നായി അറിയാമായിരുന്നു. മാസ്റ്റർ കഥകൾ അവസാനിപ്പിച്ചു. ഹാളിലെ വിളക്കുകൾ ഒക്കെയും കെട്ടു. കുട്ടികൾ ഓരോരുത്തരും തങ്ങളുടെ ഉറക്കങ്ങളിലേക്ക് വലിഞ്ഞു. ചില കൂടാരങ്ങളിൽ നിന്ന് ചിരിയുടെ അലകൾ ഉയർന്നു. ചിലയിടങ്ങളിൽ നിന്ന് അടക്കം പറച്ചിലുകൾ. ദൂരെ ഏതോ കോണിൽ നിന്നൊരു കെട്ടിമറിച്ചിലിൻ്റെ പൊട്ടിച്ചിരിയും കിലുകിലാരവും. പിന്നെ ശബ്ദങ്ങൾ കുറേശ്ശെ ഒടുങ്ങി. എല്ലാം നിശബ്ദമായി. കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങളോ ചന്ദ്രികയോ ഇല്ലാത്ത ക്യാമ്പായിരുന്നു അത്. കുഞ്ഞുങ്ങൾക്ക് അത് ഏറെ ആസ്വാദ്യകരമായി തോന്നി. അസംബ്ലി ഹാൾ അവരെ സംബന്ധിച്ചിടത്തോളം തമ്പുകൾ നിറഞ്ഞ ഒരു തുറസ് തന്നെയായിരുന്നു. സ്മരണ അതിൻ്റെ നിലാവും നക്ഷത്രങ്ങളും കൊണ്ട് ആ രാത്രിയെ എന്നേക്കുമായി പൊതിഞ്ഞു. ആരുമറിയാതെ ഒരു മഹാസാഹസം. ടോട്ടോച്ചാൻ ഒരു മഹാസാഹസത്തിന് ഒരുമ്പെട്ടു. അത് അസംബ്ലി ഹാളിലെ ക്യാമ്പിംഗ് കഴിഞ്ഞ് 2 പകലുകൾക്ക് ശേഷമായിരുന്നു. അന്നേ ദിവസം അവൾ യാസ്വാക്കി ചാനെ കാണാൻ തീരുമാനിച്ചു. അതൊരു രഹസ്യമായിരുന്നു. അവളുടെയും യാസോക്കി ചാൻ്റെയും അച്ഛനോ അമ്മയോ അറിയാത്ത രഹസ്യം. അവൾ യാസോക്കി ചാനെ തൻ്റെ മരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. വൃക്ഷനിബിഡമായ ടൊമോയയിലെ കുട്ടികൾ ഓരോരുത്തരും ഓരോ മരം തങ്ങൾക്ക് കയറുവാൻ അവകാശപ്പെട്ടതായി കണക്കാക്കിയിരുന്നു. സ്കൂളിൻ്റെ വെളിമ്പറമ്പിലെ ഒഴിഞ്ഞ അതിരുകളിലായിരുന്നു കുഹോൻ ബസുവിലേക്കുള്ള നടവഴി. നീളുന്നതിനായിരുന്നു ടോട്ടോച്ചാൻ്റെ മരം. കയറിപ്പറ്റാനാവാത്ത വിധം വഴുക്കലുള്ള ഒരു വലിയ മരം. പക്ഷേ അതിസൂക്ഷ്മതയോടെ പിടിച്ചു കയറിയാൽ തറയിൽ നിന്ന് 6 അടി ഉയരമുള്ള ഒരു ചില്ലയിലെത്താം. കളിത്തൊട്ടിൽ പോലെ വിശാലമാണ് ആ ചില്ല. ഒഴിവു സമയങ്ങളിലും ക്ലാസ് പിരിഞ്ഞ ശേഷമുള്ള സായാഹ്നങ്ങളിലും ടോട്ടോച്ചാൻ തൻ്റെ മരം തേടിയെത്താറുണ്ടായിരുന്നു. കവരത്തിൽ കളിത്തൊട്ടിലിൻ്റെ ഉയരത്തിൽ അവളിരിക്കും. വിദൂരതയിലേക്ക് കണ്ണുനട്ട്, ചിലപ്പോൾ ആകാശത്തേക്ക്, മറ്റു ചിലപ്പോൾ അങ്ങ് താഴെ നടന്നകലുന്ന മനുഷ്യരിലേക്ക്. കുട്ടികൾ തങ്ങൾക്ക് ആവശ്യപ്പെട്ട മരത്തെ ഒരു സ്വകാര്യ വസ്തുവായി കരുതി വന്നു. ഒരാൾക്ക് മറ്റൊരാളുടെ മരത്തിൽ കയറാൻ ആഗ്രഹമുണ്ടെന്നിരിക്കട്ടെ, ഞാനും കൂടി കയറുന്നതിൽ വിരോധമുണ്ടോ? അയാൾ താഴ്മയോടെ ഉടമസ്ഥനോട് അനുവാദം ചോദിക്കും. അങ്ങനെയാണ്. യാസ്വാക്കി ചാൻ പോളിയോ ബാധിച്ച കുട്ടിയായിരുന്നു. അവൻ മരത്തിൽ കയറാറില്ല. ആഗ്രഹിച്ചാൽ തന്നെ അവന് പരസഹായമില്ലാതെ സാധിക്കുകയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് തൻ്റെ മരത്തിലേക്ക് അവനെ ക്ഷണിക്കാൻ ടോട്ടോച്ചാൻ തീരുമാനിച്ചത്. ആരെങ്കിലും അറിഞ്ഞാൽ സംഗതി അലങ്കോലമാകും. ഇരുവരും തങ്ങളുടെ പരിപാടി പരമ രഹസ്യമാക്കി വെച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം അവൾ അമ്മയോട് പറഞ്ഞത് ദൈനൻ ചോഫോയിലുള്ള യാസോക്കി ചാൻ്റെ വീട്ടിലേക്ക് പോകുന്നുവെന്നാണ്. പറയുന്നത് കള്ളമായതുകൊണ്ട് അവൾ അമ്മയുടെ മുഖത്ത് നോക്കാതിരിക്കാൻ പാടുപെട്ടു. അമ്മയുടെ ചുമലിൽ നോട്ടമുറപ്പിച്ചുകൊണ്ട് അവൾ യാത്ര പറഞ്ഞു. എന്നാൽ റോക്കി ആവട്ടെ അവളെ സ്റ്റേഷൻ വരെ പിന്തുടർന്നു. പിരിയാൻ നേരം ടോട്ടോച്ചാൻ അവനോട് സത്യം പറയാതിരിക്കാനായില്ല. ഞാനേ യാസോക്കി ചാനെ എൻ്റെ മരത്തിൽ കയറ്റാൻ പോവാ.
ടോട്ടോച്ചാൻ തീവണ്ടി പാസും കഴുത്തിൽ തൂക്കി സ്കൂളിലെത്തി. വേനൽ അവധിയിലെ വിജനമായ പൂന്തോട്ടത്തിനരികിലായി യാസോക്കിച്ചാൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവന് ടോട്ടോച്ചാനേക്കാൾ 1 വയസ്സേ കൂടുതലുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവൻ സംസാരിക്കുമ്പോൾ കൂടുതൽ പ്രായമുള്ളതുപോലെ തോന്നിച്ചു. യാസോക്കിച്ചാൻ അവളെ കണ്ടു. കൈകൾ ഉയർത്തി നിവരാൻ തത്രപ്പെട്ട് മുടന്തി അവൻ അവളുടെ അരികിലേക്ക് വന്നു. തങ്ങൾ ചെയ്യാൻ പോകുന്ന ദൃഢകൃത്യത്തെക്കുറിച്ച് വിചാരം ടോട്ടോച്ചാനെ ഹരം പിടിപ്പിച്ചിരുന്നു. അവൾ അടക്കി ചിരിച്ചു. യാസോക്കിച്ചാൻ്റെ ചുണ്ടിലും ചിരി പൊട്ടി. ഇരുവരും മരച്ചുവട്ടിലേക്ക് നടന്നു. കഴിഞ്ഞ രാത്രിയിൽ ആലോചിച്ചുറപ്പിച്ചിരുന്ന പോലെ അവൾ വാച്ചറുടെ ഷെഡിലേക്ക് ഓടി. ഒത്ത നീളമുള്ള ഒരു ഏണി മരച്ചുവട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു വെച്ചു. കയറാൻ പാകത്തിന് തൈത്തട്ടിയിൽ ചാരി വെച്ച് ഏണിയുടെ അറ്റം താഴത്തെ ചില്ലിയോളം എത്തുന്നുണ്ട്. അവൾ അതിലൂടെ അനായാസം കയറി. കുഴപ്പമില്ല, കയറിക്കോളൂ. ഏണിയുടെ മുകൾ ഭാഗം സുരക്ഷിതമാകാൻ തക്കവണ്ണം അമർത്തി പിടിച്ചുകൊണ്ട് അവൾ താഴെ നോക്കി പറഞ്ഞു. യാസോക്കിച്ചാൻ ശ്രമം ആരംഭിച്ചു. ആദ്യത്തെ പടി കയറാൻ പോലും അവന് കഴിഞ്ഞില്ല. അവൻ്റെ കൈകാലുകൾ അത്രയേറെ ദുർബലമായിരുന്നു. ഒടുവിൽ ടോട്ടോച്ചാൻ പടികൾ ഇറങ്ങി താഴെ വന്നു. യാസോക്കിച്ചാനെ പിന്നിൽ നിന്ന് തള്ളിക്കയറ്റാനുള്ള ശ്രമമായി. മെലിഞ്ഞ തീരെ ചെറിയ കുട്ടിയായിരുന്നല്ലോ ടോട്ടോച്ചാൻ. അതുകൊണ്ട് ഏണി ചരിയാതെ സൂക്ഷിക്കുന്നതിനിടയിൽ അവനെ ചുറ്റിപ്പിടിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. കയറാനുള്ള ശ്രമം ഉപേക്ഷിച്ച് യാസോക്കിച്ചാൻ ഏണിക്കരിയിൽ തല കുനിച്ച് നിന്നു. സംഗതി താൻ കരുതിയ പോലെ അത്ര എളുപ്പമല്ലെന്ന് അവൾക്ക് മനസ്സിലായത് അപ്പോൾ മാത്രമാണ്. കൊച്ചു ടോട്ടയ്ക്ക് എന്ത് ചെയ്യാനാവും? യാസോക്കിച്ചാനെ തൻ്റെ പ്രിയപ്പെട്ട മരത്തിൽ കയറ്റണമെന്ന് അവൾ ഉത്കണ്ഠയോടെ ആഗ്രഹിച്ചിരുന്നു. അവനും ആഗ്രഹത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അവൾ അവനെ തൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്നും മുഖത്തേക്ക് ഉറ്റുനോക്കി. യാസോക്കിച്ചാൻ അസ്വസ്ഥനായിരുന്നു. കിതപ്പാർന്നു തൊടുത്ത കവിൾത്തടങ്ങളിലൂടെ അവൾ അത് കണ്ടു. അവനെ സന്തോഷിപ്പിക്കാൻ എന്നോണം അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഒന്ന് ആലോചിച്ച ശേഷം അവൾ പറഞ്ഞു, ഉവ്, ഒരു വിദ്യയുണ്ട്. അവൾ വീണ്ടും വാച്ചറുടെ ഷെഡിലേക്ക് ഓടി. കൂട്ടിയിട്ടിരിക്കുന്ന പണിയായുധങ്ങൾ ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി. കയറുവാൻ സഹായമായ മറ്റെന്തെങ്കിലും ഉണ്ടാവുമോ എന്നായിരുന്നു അവളുടെ ലക്ഷ്യം. ഒടുവിൽ വീതിയുള്ള പടവുകളോടുകൂടിയ ഒരു പലകക്കോണി അവൾ കണ്ടെത്തി. തനിയെ നിവർന്നു നിൽക്കുന്ന തരത്തിലുള്ള ഒന്ന്. മറിയുമെന്ന് ഭയക്കേണ്ടതുമില്ല. ടോട്ടോച്ചാൻ പലകക്കോണി പണിപ്പെട്ട് നിരക്കി കൊണ്ടുവന്ന് സ്വന്തം കായിക ശേഷിയിൽ അവൾ വിസ്മയം തോന്നി. കോണി മരച്ചുവട്ടിൽ സ്ഥാപിച്ചു. കഷ്ടിച്ച് കവരയോളം തന്നെ എത്തുന്നുണ്ട്. അവൾക്ക് അടക്കാനാവാത്ത സന്തോഷം തോന്നി. പേടിക്കണ്ട കേട്ടോ, ഇത് മറിയില്ല. ഒരു വലിയടത്തി മട്ടിലാണ് അവളത് പറഞ്ഞത്. കോണിയുടെ പടവുകളിലേക്ക് നോക്കിക്കൊണ്ട് യാസോക്കിച്ചാൻ വേഗുലതയോടെ നടന്നു. വിയർപ്പിൽ കുളിച്ചു നിൽക്കുകയാണ് ടോട്ടോച്ചാൻ. അവനും വിയർത്തൊഴുകുന്നുണ്ട്. വൃക്ഷത്തലപ്പിൽ മെഴികൾ പായിച്ചുകൊണ്ട് എന്തും വരട്ടെ എന്ന മട്ടിൽ ആദ്യത്തെ പടവിൽ അവൻ കാലെടുത്ത് വെച്ചു. ടോട്ടോച്ചാനും അവനും വിയർക്കുന്നുണ്ട്. വൃക്ഷപ്പലപ്പിലേക്ക് മെഴികൾ പായിച്ചുകൊണ്ട് എന്തും വരട്ടെ എന്ന മട്ടിൽ ആദ്യത്തെ മരപ്പടവിൽ അവർ കാലെടുത്ത് വെച്ചു. ഏറെ നേരത്തെ അധ്വാനമായിരുന്നു അത്. എങ്കിലും സമയത്തെക്കുറിച്ച് ബോധം ഇരുവരെയും അലട്ടിയില്ല. വേനൽ മാസത്തിലെ സൂര്യകിരണങ്ങൾ ചൂടേറി വന്നു. പക്ഷേ യാസോക്കിച്ചാൻ പലകക്കോണികളിലൂടെ മുകളിലെത്തുക എന്ന തൊഴിലൊഴികെ മറ്റെന്തെങ്കിലും ചിന്തിക്കുവാൻ അപ്പോൾ അവർക്ക് ആവുമായിരുന്നില്ല. യാസോക്കിച്ചാൻ്റെ തൊട്ടു താഴെ നിന്നുകൊണ്ട് ടോട്ടോച്ചാൻ അവൻ്റെ ദുർബലമായ കൈകളെ മുകളിലേക്ക് തള്ളും. ഇതിനിടയിൽ ഒരു ചുമട്ടുകാരിയെപ്പോലെ തലകൊണ്ട് അവൻ്റെ പിൻവശം ചരിഞ്ഞു പോകാതെ നിയന്ത്രിക്കും. ഓരോ പടവിലും അവർ പൊരുതുകയായിരുന്നു. യാസോക്കിച്ചാൻ തൻ്റെ എല്ലാ ആരോഗ്യവും പുറത്തെടുത്തു. ഒടുവിൽ അവർ ഒരു പലകക്കോണിയുടെ മുകളിലെത്തി. ഹൂറൈ ഹൂറൈ! മുകളിൽ നിന്ന് ഇരുവരും ആർപ്പിട്ടു. പക്ഷേ അവിടെ നിന്നങ്ങോട്ട് സംഗതി ദുഷ്കരമായിരുന്നു. ടോട്ടോച്ചാൻ ഒറ്റ ചാട്ടത്തിന് കൊമ്പിലെത്തി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും യാസോക്കിച്ചാനെ പലകക്കോണിയിൽ നിന്ന് മരക്കൊമ്പിലെത്തിക്കാൻ അവൾക്കായില്ല. കോണിയിൽ അള്ളി പിടിച്ചുകൊണ്ട് തല ഉയർത്തി അവൻ അവളെ നോക്കി. ഇത് കണ്ട് ടോട്ടോച്ചാന് പെട്ടെന്ന് കരച്ചിൽ വന്നു. യാസോക്കിച്ചാനെ തൻ്റെ മരത്തിൽ കയറ്റാനുള്ള അവളുടെ ശ്രമം അത്രയേറെ അമധ്യമായിരുന്നു. ആ ഉയർന്ന കൊമ്പത്ത് മനോഹരമായ എല്ലാ കാഴ്ചകളും അവന് കാട്ടിക്കൊടുക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ കരഞ്ഞില്ല. പാവം യാസോക്കിച്ചാനും കരഞ്ഞാലോ? അവൾ സ്വയം നിയന്ത്രിച്ചു. ടോട്ടോച്ചാൻ അവൻ്റെ ദുർബലമായ കൈകളിൽ മുറുക്കി പിടിച്ചു. പോളിയോ ബാധിച്ച് തമ്മിൽ ഒട്ടിച്ചേർന്ന് കൊലുന്നനെയുള്ള വിരലുകൾ, അവളുടേതിനേക്കാൾ നീളവും വീതിയുമുള്ളവ. ആ വിരലുകൾ ഏറെ നേരം അവൾ തൻ്റെ ഉള്ളം കയ്യിൽ തന്നെ സൂക്ഷിച്ചു. ഒടുവിൽ അവൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കിടന്നോളൂ അവിടെ. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് വലിച്ചു കയറ്റാൻ പറ്റുമെന്ന് നോക്കാം. അതിസാഹസ്യമായൊരു ദൃശ്യം. ആരെങ്കിലും കണ്ട അറിയാതെ നിലവിളിച്ചു പോകുമെന്ന് ഉള്ളത് തീർച്ചയായിരുന്നു. ഉദരം മാത്രം പലകക്കോണിയിൽ ഉറപ്പിച്ചു. മരത്തിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന യാസോക്കിച്ചാൻ, മരക്കൊമ്പിൽ നിന്നുകൊണ്ട് അവനെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന ടോട്ടോച്ചാൻ. അനിശ്ചിതത്വം നിറഞ്ഞ ആരെയും ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യം. പക്ഷേ യാക്കോസിച്ചാൻ കൂട്ടുകാരിൽ നിന്ന് പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചു.
ടോട്ടോച്ചാനാകട്ടെ അവനു വേണ്ടി തൻ്റെ ജീവൻ പണയം വയ്ക്കുകയായിരുന്നു. തൻ്റെ കുഞ്ഞു കരങ്ങൾ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. സർവ്വശക്തിയും എടുത്തുപയോഗിച്ച് വലിച്ച് അവൻ അവളെ മുകളിലെത്തിക്കാൻ ശ്രമിച്ചു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. പരന്ന ഒരു വെള്ളിമേഘത്തിൻ്റെ കാരുണ്യം സൂര്യൻ്റെ തീക്ഷ്ണമായിക്കൊണ്ടിരുന്നു. കണ്ണിൽ നിന്ന് അവരെ മറച്ചു പിടിച്ചു. ഒടുവിൽ യാസോക്കിച്ചാൻ മുകളിലെത്തി. മരക്കൊമ്പിൽ അവർ മുഖത്തോട് മുഖം നോക്കി നിന്നു. വിയർപ്പിൽ കുതിർന്ന തലമുടി ഒതുക്കി താഴ്മയോട് തല കുമ്പിട്ട് കൊച്ചു ടോട്ടോ പറഞ്ഞു, എൻ്റെ മരത്തിലേക്ക് സ്വാഗതം. താഴെത്തട്ടിൽ ചാരി നിന്ന് ലജ്ജ നിറഞ്ഞ ചിരിയോടെ യാസോക്കിച്ചാൻ പറഞ്ഞു, ഞാനും കൂടി കയറുന്നതിൽ വിരോധമുണ്ടോ? മരക്കൊമ്പിൽ നിന്നുള്ള വിദൂര ദൃശ്യങ്ങൾ യാസോക്കിച്ചാന് പുതുമയായിരുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരനുഭവം. ഹായ്, ഈ മരത്തിലേക്കേറിയ ഇങ്ങനെ ഇരിക്കുക അതല്ലേ? അവന് നിറഞ്ഞ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഏറെ നേരം അവർ മരത്തിൽ തങ്ങി. തങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അമേരിക്കയിലേക്കുള്ള എൻ്റെ ചേച്ചിയിടയിൽ ടെലിവിഷൻ എന്ന് വിളിക്കുന്ന ഒരു സാധനം ഉണ്ടത്രേ. യാസോക്കിച്ചാൻ വിസ്മയപൂർവ്വം പറഞ്ഞു. അത് ജപ്പാനിലും വരും അത്രേ. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് സുമോ ഗുസ്തി കാണാൻ പറ്റൂത്രേ. ചേച്ചി പറയണ ഒരു പെട്ടി പോലത്തെ ആണെന്നാവോ? ടോട്ടോച്ചാൻ അത് വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ കഴിഞ്ഞില്ല. യാസോക്കിച്ചാൻ ആരോഗ്യമില്ലാത്ത കുട്ടിയാണ്. അവൻ ഒരുപാട് ദൂരമൊന്നും സഞ്ചരിച്ചിട്ടുണ്ടാവില്ല. കേട്ടറിവാണ്. സർവ്വതും വീട്ടിലിരുന്ന് കാണുക. അവൻ പറയുന്നതിൽ എത്രത്തോളം കാര്യം കാണും? അവൾ ആലോചിച്ചു. അവളുടെ സംശയം വളരെ ലഘുവായിരുന്നു. സുമോ ഗുസ്തിക്കാർ വീട്ടിനുള്ളിൽ ഇരിക്കുന്ന ഒരു ചെറിയ പെട്ടിക്കുള്ളിൽ എങ്ങനെ കയറാനാണ്? ഗുസ്തി പിടിക്കുന്ന ആനത്തടിയന്മാർ. ഏതായാലും സംഗതി രസമുള്ളതാണെന്ന് അവൾക്ക് തോന്നി. ടെലിവിഷനെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാത്ത അക്കാലത്ത് അതിനെക്കുറിച്ച് ടോട്ടോച്ചാനോട് ആദ്യമേ പറഞ്ഞത് യാസോക്കിച്ചാനായിരുന്നു. ചീവീടുകൾ പാടിക്കൊണ്ടിരുന്നു. കൊച്ചു ടോട്ടോയുടെ മരക്കൊമ്പ് ഇരുവരും ആഹ്ലാദത്തോടെ